അപ്പോൾ ഇന്ന് നമുക്ക് കുറേ കൊച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ മത്തിയാണ്. അപ്പം മത്തി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ചാളയെന്നൊക്കെയാണ് പറഞ്ഞത്. അത് നല്ലോണം ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അങ്ങ് വീഡിയോസ് ഇട്ടത്. കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ചട്ടിക്കകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച്, ഞാൻ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനല്ലാതെ മറ്റേ ഓയിലുകളൊന്നും ഉപയോഗിക്കത്തില്ല. ഇവിടെ ചേട്ടനത് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് ഉലുവയൊക്കെ അങ്ങോട്ട് ഇട്ട് പൊട്ടിച്ചിട്ട് കൊച്ചുള്ളി എല്ലാം കൂടി എടുത്ത് അതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി വെച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുളക് പൊടിയൊന്നും ഇല്ലാതെയാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം 2 തക്കാളിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ 2 തക്കാളിക്കയും പിന്നെ 3 പച്ചമുളകുണ്ട്. അത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി കൂടി ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കണം. അപ്പോൾ ഉണ്ടല്ലോ, എണ്ണയ്ക്കകത്ത് കൊച്ചുള്ളിയും തക്കാളിക്കയും പച്ചമുളകും ഒക്കെ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് വെള്ളം പോലെ ആലി അങ്ങ് വരും കേട്ടോ. ഈ തക്കാളിക്ക അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് വരട്ടെ. അപ്പം ഞാനാണെങ്കിലുണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ആ സമയം കൊണ്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തത് കാണിക്കുന്നില്ല എന്നുള്ളതാ, ഇങ്ങനെ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടുണ്ടല്ലോ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാവേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണെന്നും അല്ല വെക്കുന്നത്, 2-3 പ്രാവശ്യമായിട്ട് വെച്ച് നോക്കി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോസ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇച്ചിരി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. എൻ്റെ സ്പൂൺ ചെറിയ സ്പൂണാട്ടോ. അതിന് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. നന്നായിട്ട് ചതച്ചെടുത്തേക്കുന്നത്. നന്നായിട്ടെന്ന് വെച്ചാൽ അങ്ങ് ഭസ്മം പോലൊന്നും പൊടിയണ്ട കേട്ടോ. ഒന്ന് ചതച്ചെടുക്കുന്നത്. അത് നല്ല നാടൻ കുരുമുളകാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റണം കേട്ടോ. പച്ചമണം മാറി, ഇത്രയും കുരുമുളക് തന്നെ ധാരാളം കേട്ടോ. നല്ല എരിവാണ്, ആ പച്ചമുളകൊക്കെ തോന്നിയുണ്ടല്ലോ. അപ്പം നല്ല പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. ഇളക്കി അങ്ങോട്ട് വൃത്തിയാക്കി വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ നല്ല പിന്നെ കുടംപുളി നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ, പിഴുപുളിയാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം പിഴുപുളി ആ നേരത്തെ തന്നെ ഞാൻ ഇച്ചിരി വെള്ളത്തിനകത്ത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാടൻ പിഴുപുളി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല കേട്ടോ. അതാണ് ഈ കളറ്. ഇത് കണ്ടോ, നല്ല നാടൻ പിഴുപുളി കേട്ടോ. കൊല്ലത്തുനിന്ന് ചേച്ചിമാർ കൊണ്ടുത്തന്ന പിഴുപുളിയാണ്. അപ്പം അത് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. നല്ല പുളിയാട്ടോ, നല്ല ഭയങ്കര പുളി അതിന്. അതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് മിക്സെല്ലാം ചെയ്ത് വൃത്തിയാക്കി ഞാൻ അങ്ങ് അടച്ച് വെച്ച് കേട്ടോ. അടച്ച് വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് പിന്നെ ഒന്ന് തിളച്ച് വരണം. ഇതൊന്ന് മിക്സായി ഒന്ന് തിളച്ച് നന്നായിട്ട് വന്നിട്ട് വേണം നമുക്ക് മീനെല്ലാം പെറുക്കി അതിനകത്തോട്ട് വെക്കാൻ കേട്ടോ. ഇത് ഞാൻ കുക്കറിനകത്തായിരുന്നു നേരത്തെ ഞാൻ വെക്കുന്നത്. കുക്കർ മത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഇത്രയും ഞാൻ കറി വെക്കൂല കേട്ടോ. കുക്കർ മത്തിക്കകത്ത് നമ്മൾ ഇത്രയും കറി വെക്കില്ല. കാരണം കറി ഓൾറെഡി 2 വിസിലാകുമ്പോഴത്തേക്ക് കറിയൊക്കെ പറ്റി നല്ല സൂപ്പറായിട്ടിരിക്കും. ഇന്ന് എന്തോ കുക്കറിനകത്ത് അങ്ങനെ ചെയ്യാൻ എനിക്കൊരു മടി. അപ്പം ഞാൻ നേരത്തെ അതിൻ്റെ ഒരു ഇത് ഇട്ടത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിചാരിച്ചത് ചട്ടിക്കത് ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഒന്നും പറയണ്ട, ലാസ്റ്റ് പറയാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം അടച്ച് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കണം. ഇത് കണ്ടോ, ഇച്ചിരി വെള്ളം പോലെ വരണം. എന്നാലും ഞാനിത് പറ്റിച്ചെടുക്കാൻ പോകാം കേട്ടോ. ഇത് ഇടയ്ക്ക് നിങ്ങളിന്ന് കാണിച്ചാണ്. പക്ഷേ എനിക്ക് സത്യത്തിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിലയും കൂടി ഇടാതെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ കറി സൂപ്പർ സെറ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഏകദേശമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പം